So kids, stay away. Parents, make your kids stay away. Grandparents, make your kids stay away. എന്തോന്നടേ, അല്ലെങ്കിൽ വല്ല പ്ലക്കല് കാണേണ്ടി വരില്ലേ? ഞാൻ പറയാൻ പോണെന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല. നമ്മുടെ ടോക്സിക്കിന്റെ ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗീതു മോഹൻദാസിന്റെ ടോക്സിക്, നമ്മുടെ യഷിന്റെ ടോക്സിക്. എന്തോന്നടേ ഇത്? ചേച്ചിക്ക് പ്ലക്കല് വിട്ടിട്ടുള്ള ഒരു പണിയില്ല കേട്ടോ. പ്ലക്കൽ ഇതിലും വിട്ടിട്ടില്ല. എന്തോന്നടേ ഇത്? ഈ പടം മൊത്തം ഇനി പ്ലക്കൽ തന്നെയാണോ? ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ പ്ലക്കൽ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമോ? അവസാനം നീട്ടി കൊണ്ടുപോയിട്ട് അവസാനം ഓണത്തിന് ഈ പ്ലക്കലും കാണാൻ വേണ്ടി പോണ്ടി വരുമോ? എന്ത് പാട്ട ഗ്ലിംസാണോ ഇത്? അന്ന് ആ പ്ലക്കല് കണ്ടപ്പോ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയതായിരിക്കും, ഒരു കോർ സാധനങ്ങളൊക്കെ വരാൻ പോണേ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഇത് എന്തോന്നടേ, വല്ല പരസ്യം പോലെ ഉണ്ട്. കുറെ ആക്ട്രസ് ഉണ്ട്. കിയാര അദ്വാനി ഉണ്ട്, നയൻതാര ഉണ്ട്, രുക്മിണി വാസ് ഉണ്ട്. അങ്ങനെ ലേഡീസിന്റെ ഒരു കളി തന്നെ ഇതിലുണ്ട്. ആ കളിയല്ല കേട്ടോ, ഇത് വേറെ. അങ്ങനെ ലേഡീസിന്റെ ഒരു സെറ്റപ്പേ ഇവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യഷ്. അണ്ണന്റെ 4 കൊല്ലം പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. അണ്ണൻ അന്നേ വേറെ വല്ല പരിപാടിയും പിടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് വർക്കൗട്ട് ആവുന്നൊന്നും. പാട്ട ഗ്ലിംസും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സിനിമയിൽ ഇത് പ്ലക്കലല്ലാതെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇറക്കി വിടുകയാണെങ്കിൽ അത് ഇറക്കി വിടുക. അതോ ഇനി അതാണ് സിനിമയിൽ കാണിക്കാനുള്ളത് വെച്ചാൽ അത് ഓക്കെ. എന്തായാലും അന്ന് ഇറക്കി വിട്ട സാധനം കൊണ്ട് തന്നെ ഉള്ള പ്രതീക്ഷയൊക്കെ പോയി കിടക്കുകയായിരുന്നു. ഇതും കൂടി ആയപ്പോ പൂർത്തിയായിട്ടുണ്ട്. ഇനി ടോക്സിക്കിലേക്ക് എന്തായാലും ഒരു പ്രതീക്ഷ ഇല്ല. നമുക്ക് പിന്നെ ഓണത്തിന് ഇവിടെ കുറെ ക്ലാസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഖലീഫ് ഉണ്ട്, അയാം ഗെയിം ഉണ്ട്, ബത്ലഹേം കുടുംബ യൂണിറ്റ്, അങ്ങനെ വരിയായിട്ട് ഇറങ്ങുന്നുണ്ട് സാധനങ്ങൾ. അവിടെ നമുക്ക് സീനില്ല. ഈ നോർത്ത് ഇന്ത്യൻകാർക്ക് പിന്നെ പ്ലക്കിൽ കണ്ടാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ 1000 കോടി 2000 കോടിയൊക്കെ അടിച്ച് കൈ കൊടുക്കും. ഈ സൗത്ത് ഇന്ത്യൻ സൈഡിലുള്ളവരോടാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ വിജയും ഇല്ല, ഒരു നല്ലൊരു സാധനം കൊണ്ട് വരണം. നമുക്ക് പിന്നെ സീനില്ല. നമുക്ക് ഖലീഫ് ഉണ്ട്, അയാം ഗെയിം ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സീനില്ല. ആരൊക്കെ പറയുന്നത് കേട്ടിരുന്നു, യശിനെ എല്ലാരും കൂടി, ഈ പെണ്ണുങ്ങളെല്ലാരും കൂടി ചേർന്ന് ലാസ്റ്റ് അടിച്ചു കൊല്ലുന്നൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ശുഭം. എനിക്ക് തോന്നുന്നില്ല ഈ പ്ലക്കലൊക്കെ തന്നെ ഈ പടത്തിൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഫുള്ള് കോൺഫ്ലിക്റ്റ് ആണല്ലോ ഇവരുടെ ഇടയിൽ തന്നെ. തുടങ്ങിയ സമയം മുതലേ ഗീതു മോഹൻദാസ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്ന് മാറി യശിനെയും കൂടി പാർട്ട്ണർ ആക്കിയല്ലോ ഇതിന്റെ ഇടയിൽ. അതൊക്കെ ഇവര് തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് മാറിയതാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പെണ്ണുങ്ങളെല്ലാരും കൂടി ലാസ്റ്റ് യശിനെ അടിച്ചു കൊല്ലുന്ന പരിപാടി ആയിരിക്കും. അതൊക്കെയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ഊക്കൊന്നല്ല. നോർത്ത് ഇന്ത്യൻകാർ ഊക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവര് നിർത്തൂല ഗീതു മോഹൻദാസിന്. അപ്പൊ പിന്നെ യശും കൂടി കയറി ഇടപെട്ട് പ്ലക്കല്ലെങ്കിൽ പ്ലക്കിൽ ഉള്ളതൊക്കെ ചെയ്തിട്ട് പോട്ടെ, കുറച്ചെങ്കിൽ കുറച്ച് മാസം എന്തെങ്കിലും കാണിച്ച് 4 കൊല്ലത്തെ ചെലവായ സംഭവങ്ങളൊക്കെ തിരിച്ചു വാങ്ങട്ടെ എന്നുള്ളൊരു പരിപാടിയിലാ തോന്നുന്നു അണ്ണൻ. എന്തായാലും ഇതെങ്കിലും കഴിഞ്ഞിട്ട് പുള്ളിക്ക് വല്ല ഓഫർ വന്നിട്ടുണ്ടായാൽ മതിയായിരുന്നു. എന്നാലും അണ്ണന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കണത്. 4 കൊല്ലവും കൊടുത്ത് ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ഈ പ്ലക്കല് മൊത്തം ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. ആ KGF 2 ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിനെ ഈ ഗതിയിലാണല്ലോ 4 കൊല്ലം കഴിഞ്ഞിട്ട് കാണേണ്ടി വരുന്നത് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ഉണ്ട്. ആ നല്ല കാലം വരികയായിരിക്കും. ഇപ്പൊ ഫുള്ള് ഡൗൺഫോൾ ആയിരിക്കും. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, വലിയൊരു അടിപൊളി മൂവി വന്നു കഴിഞ്ഞാൽ അവിടെ രാം ചരനെ കണ്ടില്ല, RRR കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് പുള്ളി അവിടെ പെഡിയും വേണ്ട അതൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇനിയിപ്പോ KGF, അത് പ്രഭാസ് പിന്നെ പറയേ വേണ്ട. പ്രഭാസിന് പിന്നെ ഇടയ്ക്ക് കളിക്കെങ്കിലും കിട്ടി പറയാട്ടോ. ഇനിയിപ്പോ പിന്നെ സലാറും കിട്ടി, കളിക്കുകയും കിട്ടി, അത് പിന്നെയും കുഴപ്പമില്ല. ഇടയിൽ ഒരു സാഹോയൊക്കെ ചെയ്ത് പോയിന്നേ ഉള്ളൂ. സാഹോയും പിന്നെ മറ്റേ അതിപുരുഷൊക്കെ. ആ എല്ലാവർക്കും ഒരു കഷ്ടകാലം ഉണ്ടാവും. അത് പുള്ളിയുടെ കഷ്ടകാലം, യശിന്റെ കഷ്ടകാലം ഈ ടോക്സിക്കോട് കൂടി കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് എന്തായാലും റിവ്യൂസ് ഒക്കെ മോശമാവാൻ തന്നെ ചാൻസ് ഇവിടെ സൗത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ. എന്തായാലും പടം കണ്ടോക്കണം, എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തായാലും ഖലീഫയ്ക്കും അയാം ഗെയിം നമ്മുടെ ആൾക്കാർക്ക് തന്നെയാണ്. കാരണം ടോക്സിക്കിന് ഒരു ലെവൽ ഉണ്ടായിരുന്നു അന്ന് ആ അനൗൺസ് ചെയ്ത ടൈമിലൊക്കെ. ഗീതു മോഹൻദാസ് ആണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിലും യശാണല്ലോ KGF ഒക്കെ 2 എടുത്ത് കത്തി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ കയറി തലവെക്കില്ല എന്നൊക്കെ തോന്നിയിരുന്നു. എന്തു പറ്റിയോ എന്തോ, എങ്ങനെ കൺവിൻസ് ആയോ എന്തോ. എന്തായാലും പോയി ഈ പടം കാണാം. 26-ാം തീയതിയാണ്, ഓഗസ്റ്റ് 26-നാണ്. നല്ല ക്ലാഷ് ആണ്. ക്ലാഷിന്റെ ഇടയിൽ ഇതിനെ കൂട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ അല്ലാതെയുള്ള ക്ലാഷിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയത്? വീട്ടുകാരുടെ ഒപ്പം ഒന്നും ഫുൾ സൗണ്ടിലൊന്നും വെച്ച് കാണാനും കേൾക്കാനും നിൽക്കരുത് കേട്ടോ. അപ്പൊ തന്നെ കാര്യം പറയാം. അപ്പോ എന്താ തോന്നിച്ചാ പറയുക, കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.